നമ്മൾ വോളിമെട്രിക് അനാലിസിസിന്റെ എക്സ്പെരിമെന്റ് ആണ് നോക്കുന്നത്. അപ്പോഴതിൽ വേണ്ട അപ്പാരറ്റസുകളാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇത് കൂടാതെ നമുക്കൊരു ബ്യൂററ്റും പിപ്പറ്റും സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇത് ബ്യൂററ്റും പിപ്പറ്റും ഈ സ്റ്റാൻഡിൽ ഇരിപ്പുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. അപ്പൊ എസ്റ്റിമേഷൻ ഓഫ് എ ബേസ്, അത് NaOH എന്ന് പറയുന്ന ഒരു ബേസ് ആണ് നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത്. എസ്റ്റിമേഷൻ ഓഫ് ബേസ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിന് ഇവിടെ സൊല്യൂഷൻസ് ഇരിപ്പുണ്ട്. അപ്പൊ എസ്റ്റിമേഷൻ ഓഫ് ബേസ് എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സാധാരണ എസ്റ്റിമേഷന് വേണ്ടിയിട്ട് ഒരു ബേസ് ഒരു ചെറിയ ബോട്ടിലായിരിക്കും തരുന്നത്. ഞാനിവിടെ ഒരു ബീക്കറിൽ എടുത്തിട്ടുണ്ട്. ആ സൊല്യൂഷൻ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷനാണ്, ബേസ് ആണ്, NaOH ആണ് ഈ ചെറിയ ബീക്കറിൽ എടുത്തിരിക്കുന്നത്. അതിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുന്നു. ദെൻ നമുക്ക് ഒരു ബേസും കാണും, ഒരു ആസിഡും കാണും. എസ്റ്റിമേഷൻ ഓഫ് എ ബേസ് യൂസിങ് എ സ്റ്റാൻഡേർഡ് ആസിഡ് എന്നാണ് പറയുന്നത്. അപ്പൊ ആസിഡിന്റെ സ്റ്റാൻഡേർഡ് ആസിഡ് എന്ന് പറഞ്ഞാൽ നോർമാലിറ്റി നമുക്ക് അറിയാമായിരിക്കും. ആ സ്റ്റാൻഡേർഡ് ആസിഡ് ഒരു ബീക്കറിൽ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് ആസിഡ് ആണ്, ഇത് എസ്റ്റിമേറ്റ് ചെയ്യേണ്ട ബേസുമാണ്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, എപ്പോഴും നമ്മൾ ഓർത്തിരിക്കേണ്ട, ആസിഡ് നമ്മൾ എപ്പോഴും ബ്യൂററ്റിൽ എടുക്കും. ആസിഡ് നമ്മൾ ബ്യൂററ്റിലാണ് എടുക്കുന്നത്. അപ്പൊ ബ്യൂററ്റ് ഈ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഈ ആസിഡ് നമ്മൾ ബ്യൂററ്റിൽ എടുത്ത് ഫില്ല് ചെയ്യാൻ പോവുകയാണ്. സ്റ്റാൻഡിൽ നിന്നും ഞാൻ ബ്യൂററ്റ് എടുത്തു. അപ്പൊ അതിന്റെ ഒരു ഇനിഷ്യൽ റീഡിംഗ് ഉണ്ട്. ബ്യൂററ്റിന്റെ 0 ആണ്. ഇനിഷ്യൽ റീഡിംഗ് ഇവിടെ കാണിച്ചിരിക്കുന്നത് 0 ആണ്. ഇതിൽ ടോട്ടൽ എത്ര വോളിയം കൊള്ളും എന്ന് നമ്മൾ നോക്കണം. അപ്പൊ അതറിയാൻ വേണ്ടിയിട്ട് നമുക്ക് അടുത്തൊരു റീഡിങ്ങും കൂടി ഇതിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. 50 എന്ന് പറയുന്ന 50 ml ആണ്. അപ്പൊ ഇതിനകത്ത് ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 50 ml ആണ് നമ്മൾ എടുക്കുന്നത്. പിന്നെ ഇതിന്റെ ഒരു ടിപ്പുണ്ട്, അത് ശ്രദ്ധിച്ചോണം. ഈ ടിപ്പിനകത്ത് എയർ കയറിയിരിക്കരുത്. നമ്മൾ ഈ നോബ് തുറന്നാണ് ഇതിനകത്തേക്ക് ഫില്ല് ചെയ്യുന്നത്. ഈ ടിപ്പിന്റെ എൻഡ് വരെ നമ്മൾ ആസിഡ് എടുത്തിരിക്കും. ആസിഡ് എടുത്ത് ഇതിനെ ക്ലോസ് ചെയ്യും. ക്ലോസ് ചെയ്യുന്ന റൈറ്റിലോട്ട് ക്ലോസ് ചെയ്യും, തുറക്കാൻ വേണ്ടി നമ്മൾ ലെഫ്റ്റിലേക്ക് തുറക്കും. ഇങ്ങനെയാണ് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുന്ന സമയത്ത് ആസിഡിനെ നമ്മുടെ ബേസിലേക്ക് ഒഴിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഇത് ഫില്ല് ചെയ്യുന്നത് നോക്കാം. ഇതിനകത്തേക്ക് ഒഴിക്കുന്നത് ശ്രദ്ധിക്കുക. അതായത് ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ 0 ലെവലിന്റെ കുറച്ചുകൂടി മുകളിലേക്ക് നമ്മുടെ ആസിഡ് ഉണ്ട്. അതെന്തിനാന്ന് ചോദിച്ചാൽ ഇതിന്റെ ടിപ്പ് നമുക്ക് നിറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നിറമില്ലാത്ത സൊല്യൂഷൻ ആണെങ്കിൽ ഇത് ലെവൽ ചെയ്ത് വെക്കുമ്പോൾ ഈ കളറില്ലാത്ത സൊല്യൂഷന്റെ ലോവർ മിനിസ്കസ് വേണം ഈ വരയിൽ 0യുടെ നേരെ വരേണ്ടത്. 0യ്ക്ക് നേരെ കറക്റ്റ് ചെയ്ത് വരേണ്ടത് ലോവർ മിനിസ്കസ് വേണം. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ലെവൽ ചെയ്യുന്നതെന്നും കൂടെ നമുക്ക് നോക്കാം. ദെൻ ഇതിന്റെ നിങ്ങൾക്ക് നോക്കിയതിന്റെ ടിപ്പില് സൊല്യൂഷൻ കാണാനില്ല, എയർ മാത്രമേ ഉള്ളൂ. ഈ ഇതിനകത്തേക്ക് ടിപ്പിലേക്കും കൂടി നമ്മൾ ആസിഡ് ഒഴിക്കുകയാണ്. അതിന് നോബ് തുറക്കുക. നോബ് തുറന്നൊന്ന് വിട്ടുകൊടുത്താൽ മതി. സൊല്യൂഷൻ അതിലേക്ക് പോയി. ഇതിനകത്ത് അല്ലെങ്കിൽ എയർ ബബിൾസ് ഒന്നും കാണാനില്ല. ആ ടിപ്പ് കൂടി നിറഞ്ഞിരിക്കുന്നു. ദെൻ 0 ലെവൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒന്നുകൂടി കറക്റ്റ് ചെയ്യുകയാണ്. ഇപ്പോഴ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിന്റെ 0യ്ക്ക് നേരെയാണ് ലോവർ മിനിസ്കസ്, 0യ്ക്ക് നേരെ വന്നിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇതിന്റെ ടിപ്പ് ഫില്ല് ചെയ്തും വെച്ചിരിക്കുകയാണ്. എയർ ബബിൾസ് ഒന്നും ഇല്ലാതെ ടിപ്പ് ഫില്ല് ചെയ്തും വെച്ചിരിക്കുകയാണ്. ടിപ്പ് ഫില്ല് ചെയ്തും ഇരിക്കുകയാണ്. അപ്പൊ ഇനി ഇത് ആസിഡ് ആണ്. എപ്പോഴും നമ്മൾ ആസിഡ് ബ്യൂററ്റിലാണ് എടുക്കുന്നത്. ഇനി തിരിച്ചതുപോലെ നമ്മൾ ഇതിനെ സ്റ്റാൻഡിലേക്ക് വെക്കുന്നു. ഇനി അടുത്തെന്ന് പറയുന്നത് നമുക്ക് ബേസ് ഉണ്ടെന്ന് പറഞ്ഞത്, ബേസ് ഒരു ചെറിയ ബോട്ടിലായിരിക്കും നിങ്ങൾക്ക് തരുന്നത്. ഇവിടെ ബീക്കറിൽ എടുത്തന്നേ ഉള്ളൂ. എസ്റ്റിമേഷൻ ഓഫ് ബേസ് എന്നാ പറഞ്ഞത്. എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷനെ നമ്മൾ 100 ml ആക്കണം. അതാണ് നമ്മൾ അടുത്ത ഫസ്റ്റ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. എസ്റ്റിമേറ്റ് ചെയ്യേണ്ട സൊല്യൂഷനെ നമ്മൾ 100 ml ആക്കുക. 100 ml ആക്കാൻ വേണ്ടി എടുക്കുന്ന അപ്പാരറ്റസ് ആണ് സ്റ്റാൻഡേർഡ് ഫ്ലാസ്ക് എന്ന് പറയും. ഈ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിൽ 100 ml വോളിയം കാണിച്ചിട്ടുണ്ട്. ഈ 100 ml എവിടം വരെയാന്ന് ചോദിച്ചാൽ ഈ ഇതിനകത്ത് ഒരു ചെറിയ വര കാണാനുണ്ട്. അപ്പൊ ആ
ആ വരയുടെ നേരെയാണ് വരേണ്ടത്. കളറില്ലാത്ത സൊല്യൂഷൻ ആണെങ്കിൽ ലോവർ മെനിസ്കസ് ഇവിടെ വരത്തക്ക വിധത്തിൽ നമ്മൾ സൊല്യൂഷനെ 100 ml ആക്കുന്നു. 100 ml ആക്കാൻ വേണ്ടി നമ്മൾ വാട്ടർ ഒഴിച്ചാണ് ഇതിനെ 100 ml ആക്കുന്നത്. അതുകൂടി ഓർക്കുക. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിന് നമുക്ക് ആവശ്യം വേണ്ട അപ്പാരറ്റസുകളാണ് ഇനി എടുക്കുന്നത്. അതായത് ഇതിന് വേണ്ട 2 സാധനങ്ങളാണ്. ഒന്ന് ഫണലുണ്ട്, മറ്റൊന്ന് ഗ്ലാസ് റോഡ്. ഫണലും ഗ്ലാസ് റോഡുമാണ് നമുക്ക്. ഇനി നമ്മൾ പറഞ്ഞു വാട്ടർ വെച്ചാണ് നമ്മൾ 100 ml ആക്കുന്നതെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ഒരു ചെറിയ ബോട്ടിലായിരിക്കും തരും, അത് പ്രത്യേകം ശ്രദ്ധിച്ചോണം. ഇനി ഈ ഫണൽ ഇതുപോലെ വെക്കുക. എന്നിട്ട് ഗ്ലാസ് റോഡ്, ഇത് വളരെ ശ്രദ്ധിക്കണം. ഫണൽ ഇതുപോലെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് വെക്കുക. എന്നിട്ട് ഗ്ലാസ് റോഡ് ഇങ്ങനെ വെക്കുക. ചരിച്ച് അതിനകത്ത് ടച്ച് ചെയ്യത്തക്ക വിധത്തിൽ വെക്കുക. ഇതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അപ്പൊ ഇതുപോലെ ടച്ച് ചെയ്ത് വെക്കുക. ഇനി എന്നിട്ട് നമ്മുടെ കയ്യിരിക്കുന്ന സൊല്യൂഷൻ ചെറിയൊരു ബോട്ടിൽ ഇവിടെ ബീക്കറിൽ എടുത്തെന്ന് പറഞ്ഞു. ഇതിൽ ഈ ഗ്ലാസ് റോഡിൽ ടച്ച് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഒഴിക്കാൻ. ഒരു ഡ്രോപ്പ് പോലും തെറിച്ച് പോകരുത് പുറത്തേക്ക്. ദെൻ അത് ഈ ടച്ച് ചെയ്തുകൊണ്ട് നമ്മൾ ഈ സൊല്യൂഷൻ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മുടെ ഈ ബീക്കറിൽ ഒരു ഡ്രോപ്പ് അതിനകത്ത് പറ്റിപ്പിടിച്ചിരിപ്പുണ്ടാകും. അതിനെ നമ്മൾ ഈ ഗ്ലാസ് റോഡിലേക്ക് ഒന്ന് ടച്ച് ചെയ്തെടുക്കുന്നു. അതിനുശേഷം നമ്മൾ വാട്ടർ ഉപയോഗിച്ച് വാഷ് ചെയ്യുന്നു. അപ്പോൾ വാഷ് ചെയ്യുമ്പോൾ ഈ ചെറിയ ബോട്ടിൽ എന്ന് ഞാൻ പറഞ്ഞു, ആ ബോട്ടിലിനെയാണ് നിങ്ങൾ വാഷ് ചെയ്യേണ്ടത്. നിങ്ങൾ സൊല്യൂഷൻ എടുത്തിരിക്കുന്നത് ഇവിടെ ഞാൻ ബീക്കറിൽ എടുത്തത് കൊണ്ടാണ് ബീക്കറിനെ ഞാൻ വാഷ് ചെയ്യുന്നത്. അപ്പോൾ 100 ml ആണ് വേണ്ടത്. അതുകൊണ്ട് കൂടുതൽ വാട്ടർ ഒന്നും എടുത്തു വെച്ച് നിങ്ങൾ വാഷ് ചെയ്യരുത്. കുറേശ്ശെ അളവ് വാട്ടർ എടുക്കുക. ഇതുപോലെ ഗ്ലാസ് റോഡിൽ കൂടി ഒഴിക്കുക. അതൊരു 2 പ്രാവശ്യം നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. നന്നായി എല്ലാ വശത്തും ആ വാട്ടർ എത്തിക്കുക. അപ്പോഴേ സൊല്യൂഷൻ ആ വാട്ടറുമായി ചേരും. ദെൻ അത് കഴിഞ്ഞിട്ട് ഗ്ലാസ് റോഡിലേക്ക് വെച്ച് ടച്ച് ചെയ്ത് ഗ്ലാസ് റോഡിൽ കൂടി വേണം അത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഫ്ലാസ്കിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിൽ പറ്റിയിരിക്കുന്ന ഒരു ഡ്രോപ്പ് ഇതിൽ തന്നെ ടച്ച് ചെയ്ത് തന്നെ ഒഴിക്കുക. അതൊക്കെ ശ്രദ്ധിച്ചോളുക. ദെൻ അത് കഴിഞ്ഞ് നമ്മുടെ ഗ്ലാസ് റോഡിൽ സൊല്യൂഷന്റെ പാർട്ടിക്കിൾസ് ഉണ്ടായിരിക്കും. അത് വാഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തിരിക്കുന്ന വാഷ് ബോട്ടിലെ വാട്ടർ ഒഴിച്ച് ഗ്ലാസ് റോഡ് നമ്മൾ എന്ത് ചെയ്യുക, വാഷ് ചെയ്യുക. അതിൽ പറ്റിയിരിക്കുന്ന ഒരു ഡ്രോപ്പ് ഇതിനകത്തേക്ക് ടച്ച് ചെയ്യുക. ദെൻ ഇതിനെ മാറ്റി വെക്കുക. ഇനി നമ്മുടെ ഫണൽ വാഷ് ചെയ്യാൻ ഫണൽ ഒന്ന് ഉയർത്തുക. ദെൻ അത് കഴിഞ്ഞിട്ട് ഫണലിനകത്ത് പറ്റിയിരിക്കുന്ന സൊല്യൂഷൻസിനെല്ലാം നമ്മൾ വാഷ് ചെയ്ത് ഒഴിക്കുന്നു. ദെൻ ഫണലിന്റെ ടിപ്പിലും സൊല്യൂഷൻ കാണും. അത് ദണ്ട് ഇതുപോലെ വാഷ് ചെയ്യുക. ദെൻ ഇത്രയും കാര്യങ്ങൾ ചെയ്ത് അതിനെ നമ്മൾ മാറ്റി വെക്കുന്നു. ഇനി നമുക്കിതിനെ 100 ml ആക്കണം. എടുത്തു നോക്കിയാൽ ഇതിനകത്ത് 100 ml ആയിട്ടില്ല സൊല്യൂഷൻ. അപ്പൊ ഇനി നമ്മൾ വാട്ടർ ഒഴിച്ച് ഇതിനെ 100 ml ആക്കുക. ഇനി ഒഴിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ ഇതിനകത്തൊരു വരയുണ്ടെന്ന് പറഞ്ഞു. അതാണ് 100 ml ലെവൽ ചെയ്യുന്ന വര. ഈ വരയ്ക്ക് നകത്ത് ലോവർ മെനിസ്കസ് വരത്തക്ക വിധത്തിലെ നമ്മൾ വാട്ടർ ഒഴിച്ച് ഫില്ല് ചെയ്യാവൂ. അപ്പൊ അത് വളരെ ശ്രദ്ധയോടുകൂടി തന്നെ ഒഴിക്കണം. നമ്മുടെ ഐ ലെവലിന് നേരെ ഉയർത്തിപ്പിടിച്ച് വേണം. നിങ്ങളുടെ ഐ ലെവലിന് നേരെ ഉയർത്തിപ്പിടിച്ച് വേണം ആ ലെവൽ നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മുടെ ഐ ലെവലിന് നേരെ എടുത്തു വെച്ച് നോക്കുക. അത് 100 ml ആയി. ഇനി ഈ സൊല്യൂഷന്റെ ഒരു പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ, ഇതിന്റെ അടിയിലാണ് നമ്മൾ NaOH എടുത്ത ബേസ് കൂടുതലുള്ളത്. മുകളിലേക്ക് വാട്ടർ ആണ്. അപ്പൊ എല്ലായിടത്തും ഒരേ കോൺസെൻട്രേഷൻ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനെ അടച്ച് നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യണം. 1 or 2 പ്രാവശ്യം നിങ്ങൾ നന്നായിട്ടൊന്ന് ഷേക്ക് ചെയ്യുക. അപ്പോഴിത് യൂണിഫോം കോൺസെൻട്രേഷനിലാകും. ഇതിനകത്ത് സൊല്യൂഷൻ എല്ലായിടത്തും ഒരുപോലെ ആകും. ദെൻ അതിനുശേഷം നിങ്ങൾ ആ സൊല്യൂഷനും മാറ്റി വെക്കുക. ടൈട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് എസ്റ്റിമേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ഇൻഡിക്കേറ്റർ കൂടി ഉപയോഗിക്കുന്നുണ്ട്. എസ്റ്റിമേഷൻ ഓഫ് ബേസ് യൂസിങ് ആസിഡ്. അതായത് ഇവിടെ എടുത്തേക്കുന്ന NaOH ബേസ് ആണ്, സ്ട്രോങ് ബേസ് ആണ്. HCl നമ്മൾ HCl ആസിഡ്, സ്ട്രോങ് ആസിഡ് എടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ എന്ന് പറയുന്നത് ഫിനോഫ്തലിൻ എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്റർ ആണ് ഉപയോഗിക്കുന്നത്. ഈ ഫിനോഫ്തലിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ എടുത്തിരിക്കുന്ന ബേസിൽ NaOH ബേസിൽ ഒരു പിങ്ക് കളേർഡ് ആയിരിക്കും, പക്ഷെ ആസിഡിലത് കളർലെസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഈ ടൈട്രേഷൻ ചെയ്യുന്ന സമയത്ത് ചെയ്ത സൊല്യൂഷന്റെ 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്ത് കോണിക്ക ഫ്ലാസ്കിലേക്ക് ഒഴിക്കും. ഇതാണ് കോണിക്ക ഫ്ലാസ്ക്. ഈ കോണിക്ക ഫ്ലാസ്കിലേക്ക് ഒഴിച്ച ശേഷം അതിനകത്ത് ഒരു ഡ്രോപ്പ് ഫിനോഫ്തലിൻ ആഡ് ചെയ്യുന്നു. അപ്പൊ ഈ NaOH ആയതുകൊണ്ട് പിങ്ക് കളർ കിട്ടും. അതിനെ നമ്മൾ ടൈട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ
നമ്മൾ സ്റ്റാൻഡിൽ ബ്യൂററ്റ് വെച്ചിട്ടുണ്ട്, HCl നിറച്ച ബ്യൂററ്റ് വെച്ചിട്ടുണ്ട്. അതിനകത്തേക്ക് വെച്ച് നമ്മൾ ഈ ബ്യൂററ്റിന്റെ ടിപ്പ് തുറന്ന് ഇതിന്റെ ടിപ്പ് തുറന്ന് നമ്മൾ സൊല്യൂഷനകത്തേക്ക് ഒഴിച്ച് N പോയിന്റിൽ ഇത് കളർ ചേഞ്ചസ് ഉണ്ടാകും, അല്ലെങ്കിൽ പിങ്ക് കളർ ഡിസ്ചാർജ് ചെയ്യപ്പെടും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോഴുള്ള ബ്യൂററ്റുള്ള റീഡിംഗ് ആണ് നമ്മൾ നോട്ട് ചെയ്യുന്നത്. അത് ആസിഡിന്റെ വോളിയം ആയിരിക്കും. നമ്മൾ ബേസ് എടുത്ത എന്താണ്, പിപ്പറ്റിൽ 20 ml പിപ്പറ്റ് ഔട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മുടെ ഈ ഒരു എക്സാമിന് നമ്മൾ പിപ്പറ്റ്, അതായത് കോവിഡ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ പിപ്പറ്റ് ഉപയോഗിക്കുന്നതിന് പകരം മെഷറിംഗ് ജാർ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. മെഷറിംഗ് ജാർ ഉപയോഗിക്കുന്ന പല ലാബുകളിലും അവരവരുടേതായ അധ്യാപകർ ഏതാണോ ഉപയോഗിക്കാൻ പറഞ്ഞ അതനുസരിച്ചുള്ള മെഷറിംഗ് അപ്പാരറ്റസ് ഉപയോഗിച്ചാൽ മതി. മെഷറിംഗ് ജാർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇതിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്ന 10 ml ഒരു മെഷറിംഗ് ജാറാണ്. നിങ്ങൾക്ക് 20 ml ആണ് പിപ്പറ്റ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പം നിങ്ങൾക്ക് 20 ml ഒരു മെഷറിംഗ് ജാർ തരും. അപ്പൊ കറക്റ്റ് ആക്യുറേറ്റ് വാല്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഒരിക്കലും മെഷറിംഗ് ജാറിൽ ചെയ്താൽ പറ്റില്ല, പകരം പിപ്പറ്റിൽ തന്നെ ചെയ്യണം. പിപ്പറ്റ് എന്ന് പറയുന്നത് ഇതാണ് അപ്പാരറ്റസ്. ഇതിന് 20 ml, ഈ പിപ്പറ്റിനകത്ത് 20 ml ആണ് വരുന്നത്. 20 ml അവിടെയും ഒരു 20 ml അളവ് കാണിക്കുന്ന ഒരു വര ഇവിടെ കാണാൻ കഴിയും. ഇപ്പൊ നിങ്ങൾ പിപ്പറ്റ് ചെയ്യേണ്ടത് വാ വെച്ച് സക്ക് ചെയ്താണ് ഈ സൊല്യൂഷൻ എടുക്കേണ്ടത്. സക്ക് ചെയ്ത് 20 ml ഈ റീഡിങ് വരെ, ലോവർ മിനിസ്കസ്, കളറില്ലാത്ത സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ ലോവർ മിനിസ്കസ് ഇവിടെ വരണം. ബേസ് ആണ് നമ്മൾ പിപ്പറ്റ് ചെയ്യുന്നത് ഓർക്കുക. ഇതിന്റെ ടിപ്പ് വരെ, ടിപ്പ് നമ്മൾ ഈ സൊല്യൂഷൻ അകത്തേക്ക് ഇറക്കി വെച്ച് എന്ത് ചെയ്യുന്നുണ്ട്, ഇറക്കി വെച്ച് നമ്മൾ ഒരു 20 ml പിപ്പറ്റ് ചെയ്യുന്നു. പിപ്പറ്റ് ചെയ്ത് കോണിക്ക ഫ്ലാസ്കിലേക്ക് പിപ്പറ്റ് ചെയ്ത് ഒഴിക്കുകയാണ് ചെയ്യുന്നത്. അതെങ്ങനെ ചെയ്യുന്നു നമുക്ക് നോക്കാം. അപ്പൊ ബേസ് എടുക്കുമ്പോൾ ആദ്യം ഓർക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന ഈ അപ്പാരറ്റസ് പിപ്പറ്റ് ആദ്യം നമ്മൾ വാഷ് ചെയ്യണം. വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിനകത്ത് നിന്ന് അല്പ സൊല്യൂഷൻ ഈ സൊല്യൂഷൻ നമ്മൾ വാ വെച്ച് സക്ക് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സൊല്യൂഷൻ ഇതിനകത്തുണ്ട്. ഇതിനെ നമ്മൾ ഒരു 2 പ്രാവശ്യം ഇതുപോലെ ഈ പിപ്പറ്റ് റിൻസ് ചെയ്തെടുക്കണം. ഇതുപോലെ ഒരല്പ സൊല്യൂഷൻ എടുത്ത് റിൻസ് ചെയ്ത് അതിന് നമ്മളങ്ങ് കളയണം. ആ സൊല്യൂഷൻ നമ്മളങ്ങ് കളയണം. ഇങ്ങനെ വാ വെച്ച് നമ്മൾ സക്ക് ചെയ്തെടുക്കണം. വാ വെച്ച് സക്ക് ചെയ്ത് 20 ml ആണ് ഇതിനകത്ത് എടുക്കാൻ പോകുന്നത്. ഇതിന് ശേഷം നമ്മൾ നോക്കുക, ഇത് പിടിച്ചിരിക്കുന്നത് നോക്കിക്കോളുക, ചൂണ്ടുവിരൽ കൊണ്ടാണ്. അപ്പൊ അത് വിട്ടുപോയി കഴിഞ്ഞാൽ ആ സൊല്യൂഷൻ താഴേക്ക് ഇറങ്ങിപ്പോകും. അപ്പൊ ചെറുതായിട്ട് അത് നമ്മൾ ലൂസ് ചെയ്ത് കൊടുക്കുക. ആ ചൂണ്ടുവിരൽ ചെറുതായിട്ട് ലൂസ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ നിന്ന് സൊല്യൂഷൻ താഴേക്ക് പോകുന്ന കാണാൻ കഴിയും. കണ്ടോ, ലൂസ് ചെയ്യുമ്പോൾ താഴേക്ക് പോകുന്നു. ഇപ്പൊ താഴെ ഇറങ്ങിപ്പോയി. വീണ്ടും നമ്മൾ കറക്റ്റ് 20 ml സക്ക് ചെയ്തെടുക്കുക. ഇത് വെച്ച് പിടിച്ച ശേഷം ചെറുതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുമ്പോൾ ഈ സൊല്യൂഷൻ താഴേക്ക് പോകുന്ന നിങ്ങൾക്ക് കാണാൻ പറ്റും. കറക്റ്റ് ലോവർ മെനിസ്കസ് 20 ml. നിങ്ങളുടെ ഐ ലെവലിന് നേരെ വെച്ച് വേണം അത് നോക്കാൻ. നിങ്ങളുടെ ഐ ലെവലിന് നേരെ വെച്ച് വേണം അത് കറക്റ്റ് ചെയ്യണം. ഇപ്പൊ അത് 20 ml ആണ്. അതിനുശേഷം നമ്മൾ ഇതിനെ എന്ത് ചെയ്യുക, ആ സൊല്യൂഷൻ അതിനുശേഷം നമ്മൾ ഇതിനകത്തേക്ക് ഒഴിക്കുന്നു. ഇതിന്റെ സെന്ററിലേക്ക് ആ സൊല്യൂഷൻ വീഴത്തക്ക വിധത്തിൽ നമ്മൾ ഒഴിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിനകത്ത് ലാസ്റ്റ് ഒരു ഡ്രോപ്പ് കാണും. അത് ഇതിന്റെ സെന്ററിലേക്ക് 2 പ്രാവശ്യം ടച്ച് ചെയ്യുക. അപ്പോഴതിനകത്തേക്ക് ആ ഡ്രോപ്പും വീഴും. ദെൻ അത് കഴിഞ്ഞ് നമ്മൾ ബ്യൂററ്റ് എടുത്ത് പഴയതുപോലെ തിരിച്ചു വെക്കുക. ദെൻ ഫിനോഫ്തലിൻ, നമ്മുടെ ഇൻഡിക്കേറ്റർ, ഇതിനകത്തേക്ക് ബേസിലേക്ക് ഫിനോഫ്തലിൻ ഒരു ഡ്രോപ്പ് ഒഴിക്കുമ്പോൾ പിങ്ക് കളറാണ് കിട്ടുന്നത്. ഒരു ഡ്രോപ്പ് ഒഴിച്ചു, നല്ല പിങ്ക് കളർ കിട്ടി. ഇതിനെ നമ്മൾ ആസിഡിനെതിരെ ടൈട്രേറ്റ് ചെയ്യുന്നു. ടൈട്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് N പോയിന്റിൽ എന്ത് ചെയ്യണം, കളർലെസ് സൊല്യൂഷനായിട്ട് മാറണം. അപ്പൊ നിങ്ങളത് നിങ്ങളുടെ പ്ലേസ് കറക്റ്റ് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് തുറക്കുക. ബ്യൂററ്റ് തുറന്നു കൊടുക്കുക. അതിൽ നിന്ന് സൊല്യൂഷൻ വീഴുന്നതനുസരിച്ച് നമ്മളിത് നന്നായിട്ട് ഷേക്ക് ചെയ്യുക. അപ്പൊ ഇത് ചെയ്യുന്നൊരു പ്രത്യേക രീതിയുണ്ട്. നമ്മുടെ ഇടത്തെ കൈ കൊണ്ട് നമ്മൾ ഇടത്തെ കൈ കൊണ്ടാണ് നമ്മൾ ബ്യൂററ്റ് തുറന്ന് വലത്തെ കൈ കൊണ്ട് ഷേക്ക് ചെയ്യണം. ആ വീഴുന്ന സൊല്യൂഷൻ കളർ ചേഞ്ച് ഉണ്ടാകുന്നിടം വരെ നമ്മളിങ്ങനെ ടൈട്രേഷൻ നടത്തിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ നമ്മൾ ഇടത് കൈ കൊണ്ട് ഈ നോബ് തുറക്കുകയും വലത് കൈ കൊണ്ട് നമ്മളിതിനെ ഷേക്ക് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ കളർ ചേഞ്ച് ഉണ്ടാകുന്ന സമയം അതാണ് എൻ പോയിന്റ്. ഇപ്പം ഇത് കളർ ചേഞ്ച് ഉണ്ടായി. അപ്പോൾ എന്ത് ചെയ്തു,
ഈ സമയത്ത് ബ്യൂററ്റ് റീഡിംഗ് ആണ് നമ്മൾ എടുക്കേണ്ടത്. ഈ സമയത്തുള്ള ബ്യൂററ്റ് റീഡിംഗ്. ഈ സമയത്ത് റീഡിംഗ് എന്ന് പറയുന്നത് 18-നും 19-നും ഇടയ്ക്ക് വരുന്ന റീഡിംഗ് ആണ്. അത് നമ്മൾ നമ്മുടെ ഐ ലെവലിന് നേരെ എടുത്ത് ഒന്നുകൂടി നോക്കുക. 18.3 നമുക്ക് കിട്ടുന്ന റീഡിങ്. വോളിയം ഓഫ് HCl എന്ന് പറയുന്നത് 18.3 ml ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഈ എക്സ്പെരിമെന്റ് നമ്മൾ വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. സെയിം വാല്യൂ കിട്ടുന്നിടം വരെ എക്സ്പെരിമെന്റ് ചെയ്യണം. അതായത് 18.3 ആണെങ്കിൽ അത് തന്നെ അടുത്ത രണ്ടാമത്തെ പ്രാവശ്യം ചെയ്യുമ്പോഴും നമുക്ക് അത് തന്നെ കിട്ടണം. നമ്മളിവിടെ എടുത്തിരിക്കുന്ന NaOHന്റെ വോളിയം 20 ml ആണ്. ഈ രണ്ട് വോളിയവും പിന്നെ ക്വസ്റ്റിനിൽ തന്നിരിക്കുന്ന HClന്റെ മാസ് പെർ ലിറ്ററിന്റെയും കൂടെ സഹായത്തോടെ ഇക്വലന്റ് മാസ് HClഉം ഇക്വലന്റ് മാസ് ഓഫ് NaOH ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എസ്റ്റിമേഷൻ ഓഫ് ബേസ് NaOH കണ്ടുപിടിക്കാൻ പറ്റും. അതിന്റെ കാൽക്കുലേഷൻ സ്റ്റെപ്പ്, ഇതുമായി ബന്ധപ്പെട്ട ഇതുപോലൊരു എക്സ്പെരിമെന്റ് കാൽക്കുലേഷൻ സ്റ്റെപ്പിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ കാണുക. നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും ഈ എക്സാമിന് ഞാൻ നേരുന്നു.